പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ബീഫും ചിക്കനൊന്നും ഇല്ലെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2 വലിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് മസാലയിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് പോയി വന്ന് കഴിയുമ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അധികം കട്ടിയില്ലാതെ കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനിതാ ഞാനൊരു പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം മസാല വഴറ്റിയെടുത്തിട്ടുള്ള പാന് അതിലുള്ള മസാലയൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. മസാല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം. മാവ് മുഴുവനായിട്ട് വെന്ത് പോകരുത്. പകുതി ഭാഗം മാത്രം വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയത് ഇതുപോലെ പീസാക്കിയത് വെച്ച് കൊടുക്കാം. ഞാനൊരു 4 കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ 2 പീസാക്കിയതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ തൂവി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സ്നാക്കിൻ്റെ അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കിയുള്ളൊരു 4-5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുത്ത ശേഷം വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാനിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 1-2 മിനിറ്റ് ആ ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുത്ത് നമുക്കിത് പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ചിക്കനും ബീഫോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു 3-4 കോഴിമുട്ട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഈ ഒരു പീസ് തന്നെ മതി കേട്ടോ നമുക്ക് വയറ് നിറയാൻ. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.